നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇടത്തരം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഹോളോ അല്ലെങ്കിൽ മീഡിയം ഹോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി നല്ലത്. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്തിനാണെന്നല്ലേ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ ബീറ്റ്റൂട്ട് എടുക്കുന്നത് ആ സെയിം അളവിലായിട്ടാണ് പാലും കൂടി ചേർക്കേണ്ടത്. അതുകൊണ്ട് എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ അളവ് അറിയാമെന്നുണ്ടെങ്കിൽ ആ സെയിം അളവിൽ തന്നെ പാലും കൂടി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് കുറച്ച് നട്ട്സും കൂടി ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാമുമാണ് എടുത്തേക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ റേസിൻസ്, അതായത് ഉണക്കമുന്തിരി, വാൾനട്ട്, നമുക്കിഷ്ടമുള്ള നട്ട്സ് എടുക്കാം. അപ്പോൾ നട്ട്സ് ചേർക്കുമ്പോൾ നമുക്ക് ഈ ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സ് ഒന്ന് കഴിക്കാൻ കിട്ടുന്ന പ്രത്യേക ടേസ്റ്റാണ്. ഹൽവ ഉണ്ടാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നട്ട്സ് നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നട്ട്സൊക്കെ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നട്ട്സിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ആ സെയിം പാനിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ നെയ്യിൽ ഈ ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീറ്റ്റൂട്ട് നെയ്യിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീറ്റ്റൂട്ടിന് ധാരാളം ഗുണങ്ങളുണ്ട്. ബീറ്റ്റൂട്ട് വെച്ചിട്ട് നമുക്ക് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കിയെടുക്കാം. ബീറ്റ്റൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മടിയുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഹൽവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. ഇനി അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് പശുവും പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബീറ്റ്റൂട്ട് എടുത്ത ആ സെയിം അളവിൽ തന്നെയാണ് പാലും കൂടി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സെയിം ബൗളിൽ തന്നെ ഞാൻ പാലും കൂടി ഒന്ന് മെഷർ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് കിട്ടത്തുള്ളൂ. 5 മിനിറ്റ് ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പശുവും പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പശുവും പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ പാല് വേണമെങ്കിലും ചേർക്കാം. ഇതേ അളവിൽ തന്നെ നാളികേരത്തിൻ്റെ പാലും ചേർക്കാം. പക്ഷേ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പശുവും പാൽ എടുത്തത്. അപ്പോൾ നാളികേരത്തിൻ്റെ പാലെടുക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കുറച്ചും കൂടി ടേസ്റ്റി. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ എടുക്കുന്ന അളവ്, നമ്മൾ എത്രയാണോ ബീറ്റ്റൂട്ട് എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ പാലും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ പാലിൽ കിടന്ന് ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വയ്ക്കുക. 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കുന്നുണ്ടോ, ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു പിങ്കിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് ഏതാണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതായത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതായത് നമ്മൾ ചേർത്ത പാലൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിൽ നമുക്ക് സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പാലൊന്ന് വറ്റി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അത് നമ്മൾ ക്ഷമയോടെ തന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഫ്ലെയിം ഒത്തിരി ഹൈ ആക്കി വെക്കണം എന്നില്ല, എങ്കിലും ഒരു മീഡിയം ടു ഒരു ഹൈയും ഒരു മിഡിലിൽ വരുമല്ലോ, ആ ഒരു ഇതിൽ തന്നെ ഫ്ലെയിം വയ്ക്കുക. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് എനിക്കറിയാവുന്ന ബീറ്റ്റൂട്ടിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാമേ. അപ്പോൾ കുട്ടികൾക്ക് ഡെയിലി ബീറ്റ്റൂട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് വെച്ചിട്ട് കുറേ റെസിപ്പീസ് തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ തോരൻ, പച്ചടി, അങ്ങനെ കുറേ റെസിപ്പീസ് ഉണ്ട്. പക്ഷേ ബീറ്റ്റൂട്ട് നമ്മൾ അങ്ങനെ തോരനോ അല്ലെങ്കിൽ പച്ചടി അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കണം എന്നില്ല. പക്ഷേ അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഹൽവ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ബീറ്റ്റൂട്ടാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ബീറ്റ്റൂട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടും. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ചുമ, ജലദോഷമൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഒന്ന് കുറയ്ക്കാനായിട്ടും സഹായിക്കും. ബീറ്റ്റൂട്ടിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം, അയൺ, മെഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ കലവറയാണ് ബീറ്റ്റൂട്ട്.
പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അനീമിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പം ഹീമോഗ്ലോബിൻ ലെവൽ കുറവുള്ള ആൾക്കാർക്ക് ബീട്രൂട്ട് ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഹീമോഗ്ലോബിൻ ലെവൽ കൂടാനും സഹായിക്കും. ഇപ്പോഴത്തെ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എടുക്കും കേട്ടോ, ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. മുന്നത്തെക്കാട്ടിലും ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ലേഡീസിന് ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ടീനേജ് കുട്ടികൾക്ക് ബീട്രൂട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാനും ബീട്രൂട്ട് സഹായിക്കും. അപ്പോൾ ഇതിൽ പറയാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ, അപ്പോൾ മറ്റുള്ളവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നോക്കൂ ബീട്രൂട്ടിന് എന്തുമാത്രം ഗുണങ്ങളുണ്ട്. പക്ഷേ ബീട്രൂട്ട് വാങ്ങാനും അധികം പൈസയൊന്നും ആവില്ല. ചിലപ്പോൾ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ നല്ല വിലക്കുറവിൽ തന്നെ ചിലപ്പോൾ ബീട്രൂട്ടൊക്കെ കിട്ടാറുണ്ട്. ആ സമയത്ത് കുറച്ചധികം ബീട്രൂട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഹൽവ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ അറൗണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കട്ടോ, കുറച്ചും കൂടി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കുറച്ച് മധുരം ചേർക്കാനായിട്ടുള്ളത്. ഒന്നുകിൽ ശർക്കര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മധുരം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബീട്രൂട്ടിൽ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മധുരം ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മുഴുവനോടെ ചേർത്തിട്ടില്ല, ഒരു 1/2 കപ്പിൽ ഒരു 1/4 ഭാഗമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. ഇതിപ്പോൾ ചേർക്കുമ്പോൾ പാകത്തിനുള്ള മധുരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് എല്ലാം കൂടി, അതായത് പഞ്ചസാരയും പാലും ഈ ബീട്രൂട്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയുടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈ ആയി തന്നെ വയ്ക്കുക. കാരണം ബീട്രൂട്ടൊക്കെ ഏതാണ്ട് ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം നമുക്ക് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കുക. കാരണം നമ്മൾ ഇതിൽ ഒഴിക്കുന്ന പാല് കുറയ്ക്കില്ല കേട്ടോ. പാല് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാലും എടുത്തിട്ട് പാല് കിടന്ന് തന്നെ ബീട്രൂട്ട് എന്ത് കിട്ടണം, അതാണ് ആ ഒരു ഹൽവയുടെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ നോക്കൂ, കുറച്ചും കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലം പൊടിച്ചത് ചേർക്കാം. ഇതിലോട്ട് കുറച്ച് നട്ട്സും കൂടി ചേർക്കാം. ഞാൻ എപ്പോഴും കുറച്ച് അധികം നട്ട്സ് ചേർക്കാറുണ്ട്. അപ്പോൾ നട്ട്സിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് നട്ട്സ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ സീഡ്സും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എള്ളുണ്ടല്ലോ, വെള്ള എള്ള് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഹൽവ ഏതാണ്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേർത്ത പാല്, പഞ്ചസാര, ബീട്രൂട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ച് ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതായത് ഒരു മാക്സിമം ഒരു 20 മുതൽ 25 മിനിറ്റ് എന്തായാലും എടുക്കും ഈ ഹൽവ റെഡിയായി കിട്ടാനായിട്ട്. ഇതിൽ ഞാൻ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം നട്ട്സ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഉപയോഗിച്ച നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ നെയ്യ് ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. അങ്ങനെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കേടാവാതിരിക്കും. ഇപ്പോൾ ഡെയിലി 1-2 സ്പൂണ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കുകയാണ്. ഇന്നത്തെ ഹെൽത്തി ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ ഈ ഒരു ഹൽവ ഉണ്ടാക്കി നോക്കൂ. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മൾ ഇത്രയും സമയം പാലിട്ട് തന്നെ ബീട്രൂട്ട് വേവിച്ചെടുത്തുകൊണ്ട് ആ ബീട്രൂട്ടിൻ്റെ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ അടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ കൂടി ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്